എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പീരിയോഡിക് ടേബിളും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ഒരു ഭാഗം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു റിവിഷൻ. നമ്മൾ ഇത് ആപ്പിലായാലും യൂട്യൂബിലായാലും നേരത്തെ ക്ലാസ് എടുത്ത് തന്നെയാണ്. ഒരു റിവിഷൻ ടച്ച് ഇതായിരിക്കണം ഇതിന്റെ ഫൈനൽ ടച്ച്. ഇപ്പോൾ ഇത് പഠിച്ചോണം. ഇനി ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കളയരുത്. കേട്ടല്ലോ. LDC LGSന്റെ പ്രിലിംസ് ലിസ്റ്റ് വന്നിരിക്കുന്നു. ഉഷാറായിട്ട് പഠിച്ചു പോവുക. സമയം നമുക്ക് കളയാനില്ല. കേട്ടല്ലോ. സമയത്തെ സൂക്ഷിച്ചു വെക്കാനും നമുക്ക് കഴിയില്ല. അതിനെ ഉപയോഗിച്ചോണം. കേട്ടല്ലോ. അത് അത്യാവശ്യമാണ്. നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ മുതൽ തുടങ്ങുക. പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. നല്ലൊരു സമയം നോക്കി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. കേട്ടല്ലോ. ജയിക്കണം എന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ജയിക്കണം എന്ന് പറയുന്നവരുടെ നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. സർക്കാർ ജോലി അടിച്ചെടുക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. യെസ്, നമുക്കറിയാം ഷെല്ലുകൾ. ഒരു ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്ത് കാണപ്പെടുന്നത്? ഷെല്ലുകൾ കാണപ്പെടുന്നത്. പ്രധാനമായും നമ്മൾ പരിചയപ്പെട്ടുള്ളത് 4 ഷെല്ലുകളെ പറ്റിയാണ്. ഏതൊക്കെയാണ് ആ 4 ഷെല്ലുകൾ? എനിക്കൊന്ന് പറഞ്ഞു തന്നെ. K, L, M, N ആണല്ലോ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവുമുണ്ട്. നമുക്കറിയാം കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ 18 ഇലക്ട്രോൺ, എന്നിൽ 32 ഇലക്ട്രോൺ. ഒന്നുകൂടെ പറഞ്ഞേ. 2, 8, 18, 32. ഒന്നുകൂടെ പറഞ്ഞേ. 2, 8, 18, 32. സെറ്റ്. ഷെല്ലുകൾക്കകത്തുള്ളവരെ കാണപ്പെടുന്നതാണ് സബ് ഷെല്ലുകൾ, അല്ലെ? ഷെല്ലുകൾക്കകത്തുള്ളവരെ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ അഥവാ ഊർജ നിലകൾ. പ്രധാനമായും നമുക്ക് 4 സബ് ഷെല്ലുകളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞതാ? S, P, D, F. നമുക്ക് നോക്കാം. ആദ്യത്തെ സബ് ഷെല്ലാണ് S. S എന്ന് വെച്ചാൽ ഷാർപ്പ് എന്നാണ് അർത്ഥം. S ഫോർ ഷാർപ്പ്. ഈ S എന്ന് പറയുന്ന സബ് ഷെല്ലിന് ഒരു ആകൃതിയുണ്ട്. അതാണ് ഗോളാകൃതി. S സബ് ഷെല്ലിന്റെ ആകൃതി ഏത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇനി ഗോളാകൃതിയാണ്. P സബ് ഷെൽ ഉണ്ട്. P സബ് ഷെൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എണ്ണം എത്രയാണ്? 6. P യിൽ 6. P എന്ന് വെച്ചാൽ അർത്ഥം പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ. P സബ് ഷെല്ലിന്റെ ആകൃതി ഡംബൽ ആകൃതിയാണ്. ഓക്കെ ആണ്. അപ്പൊ S ൽ 2, P യിൽ 6. ഇനി 4 വീതം കൂട്ടി എന്ന് പറഞ്ഞേ. D സബ് ഷെല്ലിൽ പരമാവധി എത്ര? 10. D യിൽ 10. F ൽ നമുക്കറിയാം എത്രയാ? 14. F ൽ 14. ആർട്ടിക്കിൾ 14 എന്തുവാ? നിയമസമത്വമാണ്. ഓക്കെ, പോട്ടെ. അപ്പൊ S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 2 ആണ്, P യിൽ 6 ആണ്, D യിൽ 10 ആണ്, F ൽ 14 ആണ്. 10 ഷെഡ്യൂൾ 10 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? കൂറുമാറ്റ നിരോധന നിയമം, അല്ലെ? കൂറുമാറ്റ നിരോധന നിയമം. പോട്ടെ. അപ്പൊ ഇത് സെറ്റ് ആയല്ലോ. സമയം കളയുന്നില്ല. നമുക്ക് അടുത്തയിലേക്ക് പോകാം. യെസ്, നോക്കാം. സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന സാധ്യത കൂടിയ മേഖലയാണ് ഓർബിറ്റൽ. സബ് ഷെല്ലിനുള്ളിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന, നമ്മൾ +1 +2 ഒക്കെ ഹൈ സെക്കൻഡറി കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർബിറ്റലുകൾ, അല്ലെ? അപ്പൊ പോട്ടെ. ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലയാണ് ഓർബിറ്റൽ. ഓർബിറ്റൽ മറന്നു പോകത്തില്ലല്ലോ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. നല്ലൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. ഒരു സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു. F എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 14 ആണ്. ഇനി സബ് ഷെല്ലിന് പകരം ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒരു ഓർബിറ്റലിൽ പരമാവധി, ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് കൂടെ പറഞ്ഞു തന്നെ. എത്രയാ? Yes, 2 ആണ്. സെറ്റ് ആയല്ലോ. ഇനി ഓരോ സബ് ഷെല്ലും എത്ര ഓർബിറ്റൽ വീതമുണ്ടെന്ന് നമുക്ക് പഠിക്കാം. 2 വീതം കൂട്ടി പറഞ്ഞാൽ മതി. സാറേ എന്തുവാ ആ 2? അതായത് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എണ്ണം 2. ഇനി ഓരോ സബ് ഷെല്ലിലും എത്ര ഓർബിറ്റൽ വീതം ഉണ്ട് എന്നത് നമുക്ക് 2 വീതം കൂട്ടി നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. പറഞ്ഞു തരാം. ഒന്നു ദാണ്ടേ. S ൽ ഒരു ഓർബിറ്റേ ഉള്ളൂ. S സബ് ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 1. അടുത്ത P യിൽ 2 കൂട്ടി പറ. എത്ര? 3. അങ്ങനാണെങ്കിൽ D യിൽ നിങ്ങൾ കാണാതെ പറയും. D യിൽ എത്ര ഓർബിറ്റ് ഉണ്ട്? 5. ദാണ്ടേ. F ൽ എത്ര ഓർബിറ്റ് ഉണ്ട്? 7. പഠിച്ചില്ലേ? അപ്പൊ ഒരു സബ് ഷെല്ലിൽ ഇലക്ട്രോൺ കാണാൻ സാധ്യത കൂടിയ മേഖല എവിടെയാണ്? ഓർബിറ്റലുകളിലാണ്. ഒരു ഓർബിറ്റലുകളിൽ എത്ര ഇലക്ട്രോൺ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റും?
2 ഇലക്ട്രോൺ മാത്രമേ പറ്റത്തുള്ളൂ. കിട്ടിയല്ലോ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? കൂടെ പറഞ്ഞേ. 1 പിയിൽ എത്ര ഉണ്ട്? 3 ഡിയിൽ എത്ര ഉണ്ട്? 5 എഫിൽ എത്ര ഉണ്ട്? 7. പഠിച്ച കാര്യം ഒന്നുകൂടെ പറയാം. 4 ഷെല്ലുകൾ പഠിച്ചു. കെ എൽ കൂടെ പറ. കെ എൽ എം എൻ. കെയിൽ എത്ര ആണുള്ളത്? 2. എല്ലിലോ 8, എമ്മിലോ 18, എന്നിലോ 32. ഷെല്ലിനകത്തുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? സബ് ഷെല്ലുകൾ എന്ന് വിളിക്കാം. എത്ര സബ് ഷെല്ലുണ്ട്? 4 എണ്ണം. ഏതൊക്കെയാ? എസ്, പി, ഡി, എഫ്. എസിൽ എത്ര ആണ് ഇലക്ട്രോൺ പരമാവധി? 2. പിയിലോ 6, ഡിയിലോ 10, എഫിലോ 14. സെറ്റായില്ലേ? ഇനി ഒരു സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ കാണാൻ സാധ്യത കൂടിയ മേഖലയെ നമുക്ക് എന്ത് വിളിക്കാം? ഓർബിറ്റലുകൾ എന്ന് വിളിക്കാം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 2. അതെ, എസ് എന്ന് പറയുന്ന സബ്ഷെൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 1. പിയിലോ 3, ഡിയിലോ 5, എഫിലോ 7. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഷെഡ്യൂൾ 7 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിസ്റ്റ്. ഷെഡ്യൂൾ 7 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിസ്റ്റ്. നേരെ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. യെസ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു മേഖലയാണ് ഇതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് 4 ഷെല്ലുകളുണ്ട്. 1, 2, 3, 4. ഒന്നാമത്തെ ഷെല്ല് നമുക്കറിയാം, അത് കെ ആണ് അല്ലെ? കെ ആണ്. ഈ കെ എന്ന് പറയുന്ന ഷെല്ലിനകത്തുള്ള സബ്ഷെല്ലാണ് എസ്. പഠിച്ചു വെച്ചോ, കെ എന്ന് പറയുന്ന ഷെല്ലിനകത്തുള്ള സബ്ഷെല്ലാണ് എസ്. അടുത്ത രണ്ടാമത്തെ ഷെല്ല് ഏതാ? പി ആണ്. പി നോക്കിയേ, പി എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഏതൊക്കെ സബ്ഷെല്ലുണ്ട്? എസും പിയും. ഒന്നുകൂടെ കൂടിയില്ലേ? അടുത്ത മൂന്നാമത്തെ ഷെല്ലാണ് എം. അപ്പം എം എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഏതൊക്കെ സബ്ഷെല്ല് കാണും? ഒന്നുകൂടെ പറ. ഏതൊക്കെ കാണും? എസ്, പി, ഡി. വെരി ഗുഡ്. ഒന്നുകൂടെ പറഞ്ഞേ. എസ്, പി, ഡി. മക്കളെ, ഏറ്റവും അവസാനത്തെ ഷെല്ല് ഏതാ? എൻ ആണ്. ഏറ്റവും അവസാനത്തെ ഷെല്ല് എൻ ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്ന ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെൽ ഉണ്ട്? ഒന്നുകൂടെ കൂട്ടിയെ പറഞ്ഞാൽ മതി. എസ്, പി, ഡി, എഫ്. ഓക്കെ, ക്ലിയർ ആയി, മറന്നു പോകത്തില്ല. ആദ്യത്തെ ഷെല്ല് കെ, അതിനകത്തുള്ള സബ്ഷെല്ല് എസ്. രണ്ടാമത്തെ ഷെല്ല് എല്, അതിനകത്തുള്ള സബ്ഷെല്ല് എസും പിയും. മൂന്നാമത്തെ ഷെല്ല് എം, അതിനകത്തുള്ള സബ്ഷെല്ല് എസ്, പി, ഡി. നാലാമത്തെ ഷെല്ല് എൻ, അതിനകത്തുള്ള സബ്ഷെല്ല് എസ്, പി, ഡി, എഫ്. ഓക്കെ ആണല്ലോ. ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്? പറ. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്? 2 സബ്ഷെല്ലാണ് രണ്ടാമത്തെ ഷെല്ലിൽ ഉള്ളത്. എങ്കിൽ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെല്ല് കാണും? 3 സബ്ഷെല്ല്. നാലാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെല്ല് കാണും? 4 സബ്ഷെല്ല്. കിട്ടിയോ? പാടുണ്ടോ? ഇല്ല. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പീരിയോഡിക് ടേബിളിൽ നമുക്ക് 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. പഠിപ്പിച്ചിട്ടുള്ള കോഡ് വെച്ച് ഞാൻ പഠിപ്പിച്ചല്ലേ അല്ലേ? പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ആ കോഡ് നിങ്ങളുടെ മനസ്സിൽ വന്നെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ് അല്ലെ? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് പറയുമ്പോൾ രണ്ടാമതൊരു പേര് ചേർക്കണം. എങ്ങനെ? ആൽക്കലി എർത്ത് മെറ്റൽസ്. ആൽക്കലി എർത്ത് മെറ്റൽസ്. 3 മുതൽ 12 വരെ നമുക്കറിയാം സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെ? സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ്. 13, 14, 15, 16. പഠിക്കാൻ ഒരു കോഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസി ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുവാ മറുപടി പറയണേ? ഒന്ന് പറഞ്ഞേ. എന്തുവാ? ബിസിനോ. വെരി ഗുഡ്. ബിസി ആണോ എന്ന് ചോദിക്കുമ്പോൾ ബിസിനോ. അതാണ് BCNO. താഴോട്ട് അല്ലെ? 13ാമത്തെ ഗ്രൂപ്പാണ് ബോറോൺ ഫാമിലി. പഠിപ്പിച്ചതാണ്. 14ാമത്തെ ഗ്രൂപ്പാണ് കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പാണ് നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ ഫാമിലി. ഒന്നുകൂടെ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 13 ഏത് ഗ്രൂപ്പാ? ബോറോൺ കുടുംബം, ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി. 15 നൈട്രജൻ ഫാമിലി. 16 ഓക്സിജൻ ഫാമിലി. 17 നമുക്കറിയാം ഹാലജനുകളാണ് അല്ലെ? 17 ഹാലജനുകൾ.
18 അലസവാതകങ്ങൾ. 18 അലസവാതകങ്ങൾ. എന്റെ കൂടെ ഒന്ന് ഒരുമിച്ച് 18 വരെ മനസ്സിൽ കൊണ്ടുവെക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞേ. 1 ആൽക്കലി മെറ്റൽസ്, 2 ആൽക്കലി എർത്ത് മെറ്റൽസ്, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലജനുകൾ, 18 അലസവാതകങ്ങൾ. ഓക്കെ ആണല്ലോ. ഗ്രൂപ്പ് നമ്പർ 1ഉം 2ഉം ഏത് ബ്ലോക്ക് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പഠിച്ചോ? യെസ് ബ്ലോക്ക്. ഗ്രൂപ്പ് നമ്പർ 1ഉം 2ഉം യെസ് ബ്ലോക്ക് ആണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. എങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. മറന്നു പോവണ്ട. 1ഉം 2ഉം യെസ് ബ്ലോക്ക്, 3ഉം 12ഉം 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളാണ്. 13 മുതൽ 18 വരെ ഒന്ന് പറഞ്ഞേ. 13 മുതൽ 18 വരെ പി ബ്ലോക്ക് ആണ്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. കിട്ടിയില്ലേ? 1ഉം 2ഉം ഏതാ? യെസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 3 മുതൽ 12 വരെ ഏതാണ്? സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. 13 മുതൽ 18 വരെ എന്താണ്? പി ബ്ലോക്ക് മൂലകങ്ങൾ, അല്ലെങ്കിൽ 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, സംക്രമണ മൂലകങ്ങൾ ഡി ബ്ലോക്ക്. 13 മുതൽ 18 വരെ പി ബ്ലോക്കും എന്നറിയപ്പെടുന്നു. എഫ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, എഫ്, അതിനെ അറിയപ്പെടുന്ന ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും, ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ചേരുന്ന ബ്ലോക്കാണ് എഫ് ബ്ലോക്ക്. അല്ലെങ്കിൽ അന്തസംക്രമണ മൂലകങ്ങൾ, അന്തസംക്രമണ മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങൾക്കുള്ളിലുള്ള അന്തസംക്രമണ മൂലകങ്ങളെയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിക്കട്ടെ. 4 ഷെല്ലുകൾ പഠിച്ചു, 4 ബ്ലോക്കുകൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. 4 സബ് ഷെല്ലുകളും പഠിച്ചു. 4 സബ് ഷെല്ല് എസ്, പി, ഡി, എഫ്. 4 ബ്ലോക്കുകള് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഗ്രൂപ്പ് നമ്പർ 1ഉം 2ഉം എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും അല്ലെങ്കിൽ അന്തസംക്രമണ മൂലകങ്ങൾ ഏത് ബ്ലോക്ക് ആണ്? എഫ് ബ്ലോക്ക് ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്തൊരു ഡൗട്ട് ഇല്ലല്ലോ. അടുത്തതിലേക്ക് പോകാം. യെസ്, നോക്കാം. സബ്ഷെൽ ഊർജ നിലയിലുള്ള ക്രമം പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ തന്നിരിക്കുന്നതിൽ സബ്ഷെല്ലുകളുടെ ശരിയായിട്ടുള്ള ക്രമം ഏതെന്ന് ചോദിക്കും. ഊർജ നിലയില് ആദ്യം 1s സമ്മതിച്ചു, കിട്ടും. 2s 2p ഡൗട്ട് ഇല്ല. 3s 3p, പിന്നെ 3d അല്ല വരുന്നത്. അവിടെ പ്രശ്നം. 3s 3p 3d എന്ന് വരില്ല. ഊർജ നില കൂടി വരുന്ന ക്രമത്തിൽ അങ്ങനെ വരത്തില്ല. പറഞ്ഞു തരാം, നോക്ക്. 1s കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 2s, 2s കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 2p, 2p കഴിഞ്ഞാൽ ഊർജം കൂടുതൽ 3s, 3s കഴിഞ്ഞാൽ പിന്നെ 3p, 3p കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 4s. 3s 3p 4s 3d. പറ. 3s 3p 4s 3d. ഒന്നുകൂടെ പറഞ്ഞേ. 3s 3p 4s 3d. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. 1s 2s 3s 2s 2p 3s 3p 4s 3d. ഒന്നുകൂടെ പറ. 1s 2s 2p 3s 3p 4s 3d. ക്ലിയർ ആയില്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ സബ്ഷെല്ലുകളുടെ ശരിയായ ഊർജ നിലയിലുള്ള ക്രമമേത്? നിങ്ങൾ ആ ഓപ്ഷൻ കാണുന്നതിന് മുന്നേ ഉത്തരം മനസ്സിലേക്ക് വരണം. പറ, ഒന്ന് പറഞ്ഞേ. 1s 2s 2p 3s 3p 4s 3d ആണ്. ഈ ഒരു ഊർജനില ക്രമം വെച്ചെങ്കിൽ മാത്രമേ, അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ശരിയായ രീതിയിൽ എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്കിന്ന് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി പഠിക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. യെസ്, ആദ്യം ഞാൻ എഴുതിയിരിക്കുന്ന ചോദ്യം മഗ്നീഷ്യം ആണ്. അറ്റോമിക് നമ്പർ 12. 2018 ലാബ് അസിസ്റ്റന്റ് ചോദ്യം ഉണ്ടായിരുന്നു. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകമേത്? ഉത്തരം ഓർത്തിരിക്കുക, അത് മഗ്നീഷ്യമാണ് കേട്ടോ. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. നോക്കാം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. അപ്പൊ നമുക്ക് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം.
നോക്കണേ, സബ്ഷെല്ലുകൾ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇതിനുമേ ഈ ഊർജ നിലയിലുള്ള ക്രമം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒന്ന് പറഞ്ഞേ, ആദ്യം ഏതാ 1s, രണ്ടാമത് ഏതാ 2s, മൂന്നാമത് ഏതാ 3s, പിന്നെ 3p, പിന്നെ എങ്ങനെ 4s, 3d ആണ്. നമുക്ക് നോക്കാം. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് Z ആണ് കേട്ടോ. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? Z ഉം അറ്റോമിക് മാസിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ A യുമാണ് കേട്ടോ. ക്യാപിറ്റൽ A യുമാണ്. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ Z, അറ്റോമിക് മാസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ A ആണ്. ഓർമ്മയിൽ വെച്ചിരിക്കണേ. നമുക്ക് നോക്കാം. മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 12 ആകുമ്പോൾ അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെയാണ്? 12 ആണ്. അറ്റോമിക് നമ്പർ 12 എന്ന് പറയുമ്പോൾ അതിലെ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും എത്ര തന്നെയാണ്? 12 ആണ്. മനസ്സിലായോ? അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണവും. ഇവിടെ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12, അപ്പൊ അതിലെ ഇലക്ട്രോണിന്റെ എണ്ണവും 12 ആണ്. ഈ ഇലക്ട്രോണുകളെ നമുക്ക് ഓരോ സബ്ഷെല്ലിലോട്ട് മാറ്റാം. ശ്രദ്ധിച്ചിരിക്കണേ, ആദ്യം നമ്മൾ എഴുതേണ്ട സബ്ഷെല്ല് 1s ആണ്. അപ്പൊ ഞാൻ 1s എഴുതി. 1sൽ S എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. നമ്മൾക്കറിയാം S എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളെ പറ്റത്തുള്ളൂ? 2. അപ്പൊ ഞാൻ 1sന്റെ മുകളിൽ 2 എഴുതി. അപ്പൊ 1s2 മൊത്തം 12 ഇലക്ട്രോൺ ആണ്. അതിൽ 2 എണ്ണം കേറി. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10. 1s കഴിഞ്ഞാൽ അടുത്ത എഴുതേണ്ട സബ്ഷെൽ ഏതാ? 2s. ബാക്കി നമുക്ക് 10 ഇലക്ട്രോൺ ഉണ്ട്. ആ 10 എനിക്ക് എഴുതാൻ പറ്റുമോ 2sല്? പറ്റത്തില്ല. കാരണം S എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണേ പറ്റത്തുള്ളൂ? 2 എണ്ണേ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് 10 എഴുതി വെച്ചിട്ട് ഇറങ്ങി വരാൻ പറ്റുമോ പരീക്ഷ കളിന്ന്? പറ്റത്തില്ല. അപ്പൊ എസ്സില് ഞാൻ 2 കൊടുത്തു. ഇപ്പൊ നോക്കിയേ, 2ഉം 2ഉം 4 എണ്ണമായി. 12ൽ 4 ഇലക്ട്രോൺ സബ്ഷെല്ലുകളിൽ കയറി. ഇനി എത്ര എണ്ണം ഉണ്ട് ബാക്കി? 8. 2s കഴിഞ്ഞാൽ അടുത്ത വരുന്ന സബ്ഷെൽ ഏതാ? 2s കഴിഞ്ഞാൽ 2p. അപ്പൊ ഞാൻ 2p എഴുതി. ബാക്കി നമുക്കിനി 8 ഇലക്ട്രോൺ ഉണ്ട്. 2pയിൽ എനിക്ക് 8 എഴുതി വെക്കാൻ പറ്റുമോ? 2pയിൽ പറ്റത്തില്ല. അതിന്റെ കാരണം എന്താ? പിയിൽ പരമാവധി 6 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് 8 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പരമാവധി പറ്റുന്ന 6 ഞാൻ എഴുതി. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 1s2 2s2 2p6 2 2 4 4 6 10 എണ്ണമായി. 12ൽ 10 എണ്ണം കയറി. ഇനി എത്ര എണ്ണം ഉണ്ട്? 2. അടുത്ത 2p കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന സബ്ഷെൽ ഏതാ? 3s. ഞാൻ 3s എഴുതി. ഇനി നമുക്ക് ബാക്കി 2 എണ്ണമേ ഉള്ളൂ. 3sൽ 2 എഴുതാൻ പറ്റും. കാരണം S സബ്ഷെല്ലാണ്. പരമാവധി 2 എണ്ണം പറ്റും. കൂട്ടി നോക്കിയേ, 12 വരുന്നു. 2ഉം 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 4 4 6 10 10ഉം 2ഉം 12 ആയി. മനസ്സിലായോ നിങ്ങൾക്ക്? ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പൊ ആദ്യമേ 1s സബ്ഷെൽ എഴുതണം. അതിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 2 എഴുതി. 12ൽ 2 എണ്ണം അവിടെ കയറി. അടുത്ത 2s ആണ്. 2s ആണ്. S വന്നത് കൊണ്ട് നമുക്ക് മൊത്തം എഴുതാൻ പറ്റത്തില്ല. അവിടെയും 2 എണ്ണം എഴുതി. അപ്പൊ 1s2 2s2 4 എണ്ണമായി. ബാക്കി ഇനി 8 ഇലക്ട്രോൺ കൂടിയുണ്ട്. 2s കഴിഞ്ഞ് വരുന്ന അടുത്ത സബ്ഷെല്ല് നമുക്കറിയാം 2p ആണ്. ഞാൻ 2p എഴുതി. 2pയിൽ ബാക്കി 8 ഉള്ളത് മുഴുവനായിട്ട് എഴുതാൻ പറ്റത്തില്ല. കാരണം പിയിൽ പരമാവധി 6 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 6 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 6 എഴുതി. അപ്പൊ 1s2 2s2 2p6 10 വരെ ആയി. ആണല്ലോ. ഇനി 2 എണ്ണം കൂടിയേ ഉള്ളൂ. 2p കഴിഞ്ഞ് അടുത്ത വരുന്ന സബ്ഷെല്ല് 3s ആണ്. അതിൽ നമ്മൾ ആ 2 എണ്ണം എഴുതി. കൂട്ടി നോക്കുമ്പോൾ അറ്റോമിക് നമ്പർ 12 ആയി. ഓക്കെ, സെറ്റ്. പീരിയഡ് നമ്പർ എത്രയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞു തരാം. നമ്മൾ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ എഴുതി. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ എഴുതി. 1s2 2s2 2p6 3s2. എങ്ങനെയാണ് പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ തവണ പറയുമ്പോഴേ മനസ്സിലോട്ട് കയറിക്കോ. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയപ്പോൾ ഇടത് സൈഡിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ, ഇടത് സൈഡിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാണ്
പീരിയഡ് നമ്പർ. നിങ്ങൾ നോക്കി പറ 1s2 2s2 2p6 3s2. ഇതിൽ ഇടത് സൈഡിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ എത്രയാ? യെസ്, വെരി ഗുഡ്, പീരിയഡ് നമ്പർ. അപ്പോൾ 3. ഇടത് സൈഡിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ 3 ആയതുകൊണ്ട് പീരിയഡ് നമ്പറും 3 ആണ്. ഇടത് സൈഡിൽ എഴുതുന്ന നമ്പറാണ് ഷെൽ നമ്പർ. ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ഇടത് സൈഡിൽ എഴുതുന്ന നമ്പറാണ് ഷെൽ നമ്പർ. ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും പീരിയഡ് നമ്പർ. ഇവിടെ ഇടത് സൈഡിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 ആണ്. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ പീരിയഡ് നമ്പർ നമുക്ക് കിട്ടി 3. ക്ലിയർ ആയോ? അടുത്തിലേക്ക് പോകാം. ഗ്രൂപ്പ്. ഇത് ഏത് ഗ്രൂപ്പിലാണെന്ന്, ഗ്രൂപ്പല്ല ഏത് ബ്ലോക്ക് ആണെന്ന്, ഇത് ഏത് ബ്ലോക്ക് മൂലകമാണെന്നാണ് അടുത്ത ചോദ്യം. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കണ്ടേ, നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കിയേ. ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാ? പറ, ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാ? എസ് സബ്ഷെല്ലിൽ. സോ അതുകൊണ്ട് മഗ്നീഷ്യം ഏത് ബ്ലോക്ക് ആണ്? എസ് ബ്ലോക്ക് ആണ്. ഇപ്പോൾ മനസ്സിലായോ ഒരു മൂലകത്തിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്? ഏറ്റവും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഇപ്പോൾ അവസാന ഇലക്ട്രോൺ എസ് സബ്ഷെല്ലാണെങ്കിൽ എസ് ബ്ലോക്ക്, അവസാന ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണെങ്കിൽ അത് പി ബ്ലോക്ക്, അവസാന ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലാണെങ്കിൽ അത് ഡി ബ്ലോക്ക്, അവസാന ഇലക്ട്രോൺ എഫ് സബ്ഷെല്ലിലാണെങ്കിൽ അത് എഫ് ബ്ലോക്ക്. ഇവിടെ അവസാന ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം മഗ്നീഷ്യം എസ് ബ്ലോക്ക് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഗ്രൂപ്പ് നമ്പർ ശ്രദ്ധിച്ചിരിക്കുക. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, ഈ 3 ഗ്രൂപ്പുകളുടെയും ബ്ലോക്ക് നമ്പർ കണ്ടുപിടിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ പറയട്ടെ, എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം, കേട്ടിരുന്നോ? അവസാന എസ് സബ്ഷെല്ലിൽ, അവസാനം വന്ന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. മനസ്സിലായോ? അവസാനം വന്ന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് എസ് ബ്ലോക്ക് ആണെങ്കിൽ മാത്രമാണ്. കേട്ടോ, തന്നിരിക്കുന്ന മൂലകം എസ് ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. അവസാന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതായിരിക്കും ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ. സ്ക്രീനിലേക്ക് നോക്ക്. അവസാന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. അപ്പോൾ മഗ്നീഷ്യം എത്രാമത്തെ ഗ്രൂപ്പിലാ? യെസ്, 2ാമത്തെ ഗ്രൂപ്പിലാണ്. മനസ്സിലായോ? 2ാമത്തെ ഗ്രൂപ്പിന് ഒരു പേരുണ്ട്, ആൽക്കലി എർത്ത് ലോഹങ്ങൾ. ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പ് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. യെസ്, സോഡിയം മണ്ണ് നമുക്കറിയാം, വെള്ളത്തിലിട്ടാൽ കത്തുന്നതാണ് സോഡിയം. സോഡിയത്തിന്റെ ലാറ്റിൻ നാമം നാട്രിയം ആണ്, അല്ലെ? നാട്രിയം ആണ്. നോക്കാം, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. നിങ്ങൾ പറ, അറ്റോമിക് നമ്പർ 11 എന്ന് പറയുമ്പോൾ അതിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? 11. നമുക്ക് എഴുതാം, നോക്കാം. ആദ്യം എഴുതുന്ന സബ്ഷെല്ലിൽ 1s. പറ, 11 ഇലക്ട്രോണിൽ 1sൽ എത്ര എണ്ണം കയറും? എസ് ആയതുകൊണ്ട് 2. ഇനി ബാക്കിയുണ്ട്, ബാക്കി ഇനി 9 എണ്ണം ഉണ്ട്. 1s കഴിഞ്ഞാൽ അടുത്ത് എഴുതുന്ന സബ്ഷെൽ ഏതാ? 2s ആണ്. എസ് എന്ന് വന്നുകൊണ്ട് നമുക്ക് 9 എഴുതാൻ പറ്റുമോ? ഇല്ല. എസ് വന്നതുകൊണ്ടും ഞാൻ അവിടെ എത്ര എഴുതി? 2. 2ഉം 2ഉം 4 ആയി. ഇനി 2s കഴിഞ്ഞാൽ അടുത്ത വരുന്ന സബ്ഷെൽ ഏതാ? 2p. ഓക്കെ ആണല്ലോ? 2ഉം 2ഉം 4 ആയി. നമുക്ക് 11 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് നോക്കാം. 2ഉം 2ഉം ബാക്കി 7 എണ്ണം ഉണ്ട്, ആണല്ലോ? 2pയിൽ എനിക്ക് 7 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണേ പറ്റത്തുള്ളൂ? 6. അപ്പൊ 7 എഴുതിയാൽ തെറ്റാ. അപ്പൊ ഞാൻ 6ഉം കൊണ്ട് തൃപ്തിപ്പെട്ടു, 6 എഴുതി. കൂട്ടി നോക്കിയേ, 2ഉം 2ഉം 4, 4ഉം 6ഉം 10 ആയി. ഇനി എത്ര എണ്ണം കൂടിയുണ്ട്? 1. അപ്പൊ 2p കഴിഞ്ഞ് അടുത്ത വരുന്ന സബ്ഷെൽ ഏതാണ്? 3s. ബാക്കി ഇനി ഒരെണ്ണമേ ഉള്ളൂ. 3sൽ പരമാവധി 2 എണ്ണം പറ്റും. എനിക്കിനി ഒരെണ്ണേ ഉള്ളത് കൊണ്ട് ഞാൻ 1 എഴുതി. കൂട്ടി നോക്ക്, 11 ആയ നോക്ക്. 2ഉം 2ഉം 4, 4ഉം 6ഉം 10, 10ഉം 1ഉം 11. സെറ്റായി അതിന്റെ കാര്യം. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം പീരിയഡ് നമ്പർ എത്രയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ ഷെൽ നമ്പർ. ഇടത് സൈഡിൽ ഇവിടെ എത്ര ഉണ്ട്? ഏറ്റവും വലുത് എത്രയാണ്? യെസ്,
3 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പീരിയഡ് നമ്പർ 3. സോഡിയം എത്രാമത്തെ പീരിയഡിലാണ്? 3ാമത്തെ പീരിയഡിലാണ്. ഗ്രൂപ്പ് അതിനൊരു ബ്ലോക്ക് എന്ന് വായിക്കണം കേട്ടോ. ബ്ലോക്ക് ഏത് ബ്ലോക്കിലാണ് നമുക്ക് നോക്കാം. ഇത് ഏത് ബ്ലോക്കിലാണ് നോക്കാൻ? അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാ? എസ് സബ്ഷെല്ലിലാ. നിങ്ങൾ പറഞ്ഞേ, അപ്പോൾ സോഡിയം ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലാണ്. ഇനി ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കാം. എസ് ബ്ലോക്ക് ആണോ എങ്കിൽ ഗ്രൂപ്പ് നമ്പർ സിമ്പിൾ ആണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. അവസാന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ നോക്കിയാൽ മതി. അവസാന എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. സെറ്റ് ആയില്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലിഥിയം. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. പറ്റുന്നുണ്ടോ? ഓക്കെ. ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്. ആദ്യം വരുന്ന സബ്ഷെല്ല് 1s. 3 എണ്ണോടെ എഴുതാൻ പറ്റത്തില്ല. എസ് ആയതുകൊണ്ട് നമ്മൾ 2 എഴുതി, 1s2. ഇനി ബാലൻസ് ഒരു ഇലക്ട്രോൺ കൂടിയുണ്ട്. 1s കഴിഞ്ഞാൽ അടുത്ത സബ്ഷെല്ല് 2s ആണ്. 1 എഴുതി. 2s 2 1 എത്രയായി? 3 ആയി. സിമ്പിളാ. പീരിയഡ് നമ്പർ ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ സംഖ്യ 2 ആണ്. അപ്പോൾ പീരിയഡ് നമ്പർ 2. ഗ്രൂപ്പ് അല്ല ബ്ലോക്ക് ഏത് ബ്ലോക്ക് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അവസാന ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ്. അപ്പോൾ ലിഥിയം ഏത് ബ്ലോക്ക് ആണ്? എസ് ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവസാന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. അപ്പോൾ പറ ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എത്ര? ലിഥിയത്തിന്റെ 1. ഒന്നാമത്തെ ഗ്രൂപ്പിന് ഒരു പേരുണ്ടല്ലോ, ആൽക്കലി മെറ്റൽസ്. ഒന്ന് നോക്കിയേ. മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടേ, മനസ്സിലാകും, ഉറപ്പാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. ദാ കിടക്കുന്നത് നമ്മുടെ +2 പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. കേട്ടല്ലോ, +2 പ്രിലിംസിന് ചോദിച്ചാണ്. പക്ഷെ ഇത് തന്നെ നമുക്ക് എവിടെയും ചോദിക്കും. LDCക്കും ചോദിക്കും, LGSനും ചോദിക്കും, +2 ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ചോദിക്കും, ഈവൻ ഡിഗ്രി പ്രിലിംസിന് വരെ ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്സിജൻ അറിയാമല്ലോ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ. കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. പഠിച്ചതാണ് നമ്മൾ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി കാൾഷീലെ. ജോസഫ് പ്രീസ്ലി കാൾഷീലെ അല്ലെ. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് കൊടുത്തത് ആരാണ്? ഹൈഡ്രജനും ഓക്സിജനും യെസ് ലാവോസിയെ ആണ് അല്ലെ. ലാവോസിയാണ്. നമുക്ക് നേരെ നോക്കാം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് നോക്കാം. 1s2 കിട്ടിയോ? 2s2 കിട്ടത്തില്ലേ? ഇനി 4 എണ്ണമായി. ഇനി 8 ആവാൻ ഇനി എത്ര എണ്ണം കൂടി മതി? 4 എണ്ണം കൂടി. 2s കഴിഞ്ഞ് വരുന്ന അടുത്ത സബ്ഷെൽ ഏതാണ്? 2p ആണ്. 2pയിൽ പരമാവധി 6 എണ്ണം പറ്റും. നമ്മൾക്കിനി 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയി. 2 2 4, 4 4 8 ആയി. തന്നെ എഴുതി നോക്ക്, തന്നെ എഴുതി നോക്ക്. എല്ലാത്തിന്റെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ക് കൂടി പോകും. അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. പീരിയഡ് നമ്പർ ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ ഷെൽ നമ്പർ 2. അപ്പൊ പീരിയഡ് നമ്പർ 2 ആണ്. ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ ഷെൽ നമ്പർ ആണല്ലോ പീരിയഡ് നമ്പർ. ഇനി അടുത്ത് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കാം. ബ്ലോക്ക് അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ല? നിങ്ങൾ തന്നെ നോക്കി പറ. അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ല? പി സബ്ഷെല്ലിലാണ്. അപ്പോൾ ഒന്ന് ഉത്തരം പറഞ്ഞേ, ഇത് ഏത് ബ്ലോക്കാ? ഇതേത് ബ്ലോക്കാ? പി ബ്ലോക്ക്. പി ബ്ലോക്ക്. വെരി ഗുഡ്. ഓക്കെ ആണല്ലോ. ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിച്ച പോലെ ഇത് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഓക്കെ, പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പറഞ്ഞു തരാം മക്കളെ. അവസാന പി സബ്ഷെല്ലിൽ കേട്ടിരിക്കണേ, അവസാന പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതിന്റെ കൂടെ 12 കൂട്ടണം. കിട്ടി. ഇനി മറന്നു പോകത്തില്ല. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അവസാന പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ 12 കൂട്ടണം. നോക്കിയേ, ഇവിടെ അവസാന പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4. അതിന്റെ കൂടെ 12 കൂട്ടിയേ. 4 + 12 കിട്ടി. ഉത്തരം 16. ഓക്കെ ആണല്ലോ. അപ്പോൾ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് മാത്രം ഈ ഒരു PPT പഠിച്ചാൽ മതി. അവസാന പി ബ്ലോക്ക് ആണോ എന്ന് നോക്കണം. നോക്കിയിട്ട് അവസാന പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ 12 അങ്ങോട്ട് കൂട്ടുക. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. യെസ്, ആർഗൺ. നമുക്കറിയാം ഒരു അലസവാതകമാണ്. ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ എന്നും കൂടിയാണെന്നും ഓർമ്മയിൽ വെക്കുക. ആർഗൺ അറ്റോമിക് നമ്പർ 18. അപ്പൊ നമുക്ക് നോക്കാം
ആദ്യം 1s എഴുതി. 1sൽ 18ഉം കേറത്തില്ല. 1sൽ 2 കയറത്തുള്ളൂ, കാരണം എസ് ആ. 1s കഴിഞ്ഞാൽ അടുത്ത 2s ആ. എസ് ആയതുകൊണ്ടും അവിടെ 2 കയറി. 2 2 4 എണ്ണം കയറി. ഇനി 14 എണ്ണം ബാക്കിയുണ്ട്. 2s കഴിഞ്ഞ അടുത്ത സെക്ഷനില് 2p ആ. 2pയിൽ 14 നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. 2pയിൽ ഞാൻ 6 എണ്ണം എഴുതി. അപ്പൊ 2 2 4 6 10 ആയി. ഇനി നമുക്ക് 8 എണ്ണം കൂടി ബാക്കിയുണ്ട്. 2p കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന സെക്ഷനിൽ ഏതാ? 3s ആ. അപ്പൊ ഞാൻ 3s എഴുതി. 3sൽ 2 എണ്ണേ പറ്റത്തുള്ളൂ, കാരണം എസ് സെക്ഷനില്ല. അപ്പൊ എത്രയായി? 16 ആയി. ഓക്കെ, 12 ആയി. ഇനി നമുക്ക് എത്ര എണ്ണം കൂടിയുണ്ട് 18 ആവാൻ? 6 എണ്ണം. 3s കഴിഞ്ഞ് വരുന്ന അടുത്ത സെക്ഷനിൽ ഏതാ? 3p ആ. അപ്പോൾ ഞാൻ 3p എഴുതി. നമുക്കിനി ബാലൻസ് 6 എണ്ണമുണ്ട്. പി സെക്ഷനിൽ പരമാവധി 6 എണ്ണം പറ്റും. അപ്പോൾ എങ്ങനെ വരും? ആർഗണിന്റെ തന്നെ എഴുതി നോക്കണം. തന്നെ എഴുതി നോക്ക്, കിട്ടും. 1s2 2s2 2p6 3s2 3p6. എളുപ്പപാടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ടിക്കറ്റ് പോവാം. പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ ഷെൽ നമ്പർ. ഇടത് സൈഡിൽ ഇവിടെ 3 ആണ്. അപ്പോൾ പീരിയഡ് നമ്പർ 3 ആണ്. ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ നമ്പർ 3 അല്ലേ? ഇനി അടുത്തത് ബ്ലോക്ക്, ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക് കണ്ടുപിടിക്കാം. ബ്ലോക്ക് ആർഗൺ എത്രാമത്തെ ബ്ലോക്കിലാണ് നോക്കാം. ഇത് ഏത് ബ്ലോക്കാ? അതായത് അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷനില? പി സബ്ഷനില. അപ്പോൾ പറ, ആർഗൺ ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക് ആണ്. ഇനി അടുത്തത് ഗ്രൂപ്പ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു, പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവസാന പി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ 12 കൂട്ടുക. അവസാന പി സബ്ഷനിൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 + 12 ആർഗൺ എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ്. ഓക്കെ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഒന്ന് ചെയ്ത് പഠിച്ചു വരണേ. തന്നെ ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത നോക്കാം, കാർബൺ. കാർബൺ അറ്റോമിക് നമ്പർ 6 എങ്ങനെ വരും നോക്കാം. 1s2 പിന്നെ എങ്ങനെ വരും? 2s2. 2 2 4 ആയി. 6 ആവാൻ ഇനി 2 എണ്ണം കൂടി വേണം. 2p2 2p2 1s2 2s2 2p2. പീരിയഡ് നമ്പർ ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ സംഖ്യ 2. ഏത് ബ്ലോക്ക് ആണെന്ന് ചോദിക്കൂടെ? അവസാന ഇലക്ട്രോൺ പി സബ്ഷനിലാണ്. അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? അവസാന പി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ 12 കൂട്ടുക. അവസാന പി സബ്ഷനിൽ 2 എണ്ണം ഉണ്ട്. അതിന്റെ കൂടെ 12 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി ഗ്രൂപ്പ് നമ്പർ 14. സിമ്പിൾ അല്ലേ? ചോദിച്ചാൽ, ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം എഴുതുമല്ലോ. ഓക്കെ ആണല്ലോ? അടുത്തിലേക്ക് പോകാം. ടൈറ്റാനിയം. ടൈറ്റാനിയം നമുക്കറിയാം ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അല്ലെ? ഭാവിയിലെ ലോഹമാണ് ടൈറ്റാനിയം. നമുക്ക് നോക്കാം. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ മൂലകം ഏതാ? സിലിക്കൺ ആണ്. ലോഹം ചോദിച്ചാൽ ഏതാണ്? ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ 22. ശ്രദ്ധയോടെ എഴുതണം, തെറ്റിക്കരുത്. എഴുതി നോക്കിയോ? ഇനി ഞാൻ ചെയ്യട്ടെ. ആദ്യം എഴുതേണ്ട സെക്ഷനിൽ 1s 2 എണ്ണം കേറി. 22 എഴുതി വെക്കാൻ പറ്റത്തില്ല. 2s s ആണ്. അപ്പോൾ അതിനകത്തും 2 എണ്ണം കേറി. ഇനി അടുത്തത് 2p ആണ്. 2p അതിനകത്തും എനിക്ക് ഫുൾ എഴുതി വെക്കാൻ പറ്റുമോ? ബാക്കിയുള്ളത് ബാക്കി ഇനി 18 എണ്ണം ഉണ്ട്. പിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. പിയിൽ 6 എണ്ണം എഴുതി. 2p കഴിഞ്ഞ് അടുത്ത വരുന്ന സെക്ഷനിൽ 3s. 3sൽ എനിക്ക് ബാക്കിയുള്ളത് എഴുതാൻ പറ്റുമോ? ഇല്ല. ഞാൻ 2 എണ്ണം എഴുതി. ഇപ്പോൾ എത്രയായി? കൂട്ടി നോക്കി. ഇപ്പൊ എത്രയായി? 12. ഇനിയും എത്ര എണ്ണം ഉണ്ട് നോക്കാം. 3s2 6 10 12 ആയി. ഇനി അടുത്തത് 3p ആണ്. 3p ഞാൻ എത്ര എണ്ണം എഴുതി? 6 എണ്ണം എഴുതി. 1s2 2s2 2p6 3s2 3p6. കഴിഞ്ഞില്ല. 3p6 ആയപ്പോഴത്തേക്ക് 18 ആയതേ ഉള്ളൂ. ഇനിയും 4 എണ്ണം ഉണ്ട്. 3p കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരേണ്ട സെക്ഷനിൽ ഏതാ? 4s. 4sൽ 2 എണ്ണം കേറത്തേ ഉള്ളൂ. കാരണം എസ് ആയതുകൊണ്ട് അവിടെ 2 എണ്ണമേ പറ്റത്തുള്ളൂ. അപ്പൊ 4s2 എന്നെഴുതി. 18 2 20 ആയി. ഇനി 2 ആവാൻ 4s കഴിഞ്ഞ് അടുത്ത ഏതാ? സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതാം. 4s കഴിഞ്ഞ് അടുത്തത് 3d ആണ്. 3dയിൽ ബാക്കിയുള്ള 2 എഴുതി. 22 ആയി. 3d ആയതുകൊണ്ട് ഡിയിൽ മാക്സിമം 10 എണ്ണം പറ്റും. നമുക്കിനി ഇവിടെ 2 എണ്ണമേ ബാലൻസ് ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ 2 എഴുതിയത്. ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോ, അപ്പൊ സെറ്റ് ആയിക്കോളും. 1s2 2s2 2p6 3s2 3p6 4s2 3d2. നോക്കാം. പീരിയഡ് നമ്പർ
ആ സബ്ഷനിൽ നോക്കിയിട്ട് പറ, ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ സംഖ്യ എത്ര? ഇടത് സൈഡിലുള്ള ഏറ്റവും വലിയ സംഖ്യ എത്ര? 4 ആണ്. അപ്പോൾ ഇവിടുത്തെ പീരീഡ് നമ്പർ 4. ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക്, ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ, ഏറ്റവും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷനിലാ? ഡി സബ്ഷനിലാണ്. പറ, ഏറ്റവും അവസാന ഇലക്ട്രോൺ ഇവിടെ ഡി സബ്ഷൻ അല്ലേ? അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് ആണ്? ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് ആണ്. സെറ്റ് ആയല്ലോ, ഡി ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇത് എസ് ബ്ലോക്ക് അല്ല, പി ബ്ലോക്ക് അല്ല. അപ്പൊ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കുമല്ലോ. എങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ. ഒന്നും നോക്കണ്ട, അവസാനം വരുന്ന ഇത് ഡി ബ്ലോക്ക് ആണോ, ഡി ബ്ലോക്ക് ആണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവസാനം വന്ന എസ് സബ്ഷെല്ലിലെയും ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഡി ബ്ലോക്ക് ആണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് അവസാനം വന്ന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണവും അവസാനം വന്ന ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണവും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടുക. ഓക്കെ ആണല്ലോ? നിങ്ങൾ പറ, ഇവിടെ അവസാന എസ് സബ്ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2. അവസാന ഡി സബ്ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം കിട്ടി. ടൈറ്റാനിയം എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 4ാമത്തെ ഗ്രൂപ്പിലാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ പറഞ്ഞു തരാം. അവസാന എസ് സബ്ഷെല്ലിലെയും അവസാന ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോൺ എണ്ണം തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. സെറ്റായോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, സിങ്ക്. നമുക്കറിയാം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഏത്? സിങ്ക്. ഓക്കെ, സിങ്ക് ചേർക്കുന്ന, ഇരുമ്പിനകത്ത് സിങ്ക് ചേർക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഗാൽവനൈസേഷൻ. കേട്ടോ, ഗാൽവനൈസേഷൻ. റബ്ബറിൽ സൾഫർ ചേർക്കുന്ന പ്രക്രിയ ഉണ്ട്, വാൾക്കനൈസേഷൻ. നമ്മളിവിടെ സിങ്ക് അറ്റോമിക് നമ്പർ 25 നോക്കാം. ഇലക്ട്രോൺ വിന്യാസം നോക്കാലോ. ആദ്യം 1s 2 തന്നെ എഴുതി നോക്ക്. 2s 2. ഇത് എപ്പോഴും പറഞ്ഞു ബോറാക്കുന്നില്ല. 2p യിൽ 6, ഇപ്പം വരെ 10 ആയി. ഇനി 15 എണ്ണം കൂടി വേണം. 2p കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ 3s ൽ 2 എണ്ണമായി, അപ്പോൾ 12 ആയി. ഇനിയും വേണം 13 എണ്ണം. 3s കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ 3p യിൽ 13 എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 6 എഴുതി. ഇപ്പോൾ 18 ആയി. 3p6 കഴിഞ്ഞാൽ അടുത്ത് എഴുതേണ്ട സെക്ഷനിൽ 4s ആയതുകൊണ്ട് മാക്സിമം 2 എണ്ണേ പറ്റത്തുള്ളൂ. ഇപ്പോൾ 20 ആയി. 20 വരെയായി. ഇനി എത്ര എണ്ണം കൂടി ബാക്കിയുണ്ട്? 5 എണ്ണം കൂടിയുണ്ട്. അപ്പൊ നമുക്കറിയാം 4s കഴിഞ്ഞാൽ അടുത്ത വരുന്ന സെക്ഷനിൽ 3d. ഡിയിൽ പരമാവധി 10 എണ്ണം പറ്റും. നമുക്കിനി 5 എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 5 എഴുതി. കൂട്ടി നോക്കി, 25 വന്നില്ലേ? നോക്കാം. പീരിയഡ് നമ്പർ, ഇടത് സൈഡിൽ വന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ എത്രയാ? ഇടത് സൈഡിൽ വന്ന ഏറ്റവും വലിയ ഷെൽ നമ്പർ 4 ആണ്. അപ്പോൾ പീരിയഡ് നമ്പർ ചോദിച്ചാൽ 4. ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക് നോക്കാം. അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷനിലാ? ഡിയില. ഇനി പരീക്ഷയ്ക്ക് വേറൊരു കാര്യം ചെയ്യൂടെ? അതാണ് ഇങ്ങനെ തരും, 3d5 4s2 ഇങ്ങനെ തരും. നോക്കാം ഇത് ഏത് ബ്ലോക്കാ. നോക്കുമ്പോ അവസാനം എഴുതിയിരിക്കുന്ന സെക്ഷനിൽ എസ്. സാർ ഇത് ഏത് ബ്ലോക്ക് ആയിരിക്കും? എസ് അല്ലേ? അല്ല, പറഞ്ഞു തരാം. ഇതിൽ അവസാന ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്നത് ഡിയില. കാരണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഡിയിൽ പരമാവധി എത്ര ഇലക്ട്രോൺ പറ്റും? 10. ഇവിടെ ഡിയിൽ എത്ര എണ്ണേ ഉള്ളൂ? 5. അപ്പൊ 10 എണ്ണം ഉള്ളതിൽ ഇവിടുത്തെ ഡി സെക്ഷനിൽ 5 എണ്ണമേ ഉള്ളൂ. അതിനർത്ഥം അവിടെ എത്തിയപ്പോ തീർന്നു പോയി എന്നല്ലേ അർത്ഥം. അപ്പോൾ ഏറ്റവും അവസാന ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇവിടെ ഡിയില. അപ്പൊ 3d5 4s2 എന്ന് അവസാനിച്ചാൽ അത് ഏത് ബ്ലോക്ക് ആയിരിക്കും? ഡി ബ്ലോക്ക്. മനസ്സിലായോ? ഡി 3d5 4s2 എന്ന് അവസാനിച്ചാൽ നിങ്ങൾ നോക്കുക. 3d5 4s2 എന്നല്ല, എങ്ങനെ ഏത് സംഖ്യ എന്നാലും അവസാനിച്ചാൽ അവസാന ഇലക്ട്രോൺ നോക്കാം. ഡിയിൽ പരമാവധി 10 ഇലക്ട്രോണാ. ഇവിടുത്തെ ഡിയിൽ 5 എണ്ണമേ ഉള്ളൂ എന്ന് വെച്ചാൽ അർത്ഥം 10 ആവുന്നതിന് മുന്നേ തീർന്നു. അപ്പോൾ ഏറ്റവും അവസാന ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സെക്ഷനിലാ? ഡിയില. അപ്പോൾ ഇങ്ങനാണെങ്കിലും തരുന്ന തിരിച്ചും മറിച്ചിട്ട് തന്നാലും ഏത് ബ്ലോക്ക് ആണത്? ഡി ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് നമ്പർ, ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അവസാനം വന്ന 2 എണ്ണം തമ്മിൽ കൂട്ടിയാൽ മതി. 5ഉം 2ഉം എത്രയാണ് മക്കളെ? 7. സെറ്റ് അല്ലേ? അടുത്തിലേക്ക് പോകാം. Fe നമുക്കറിയാം, ഇരുമ്പിന്റെ 2 അരികൾ അറിയാലോ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ പഠിച്ചതാണ് നമ്മള്.
കൂടുതലേക്ക് പോകുന്നതിൽ ഇരുമ്പിന്റെ വ്യവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു പറഞ്ഞ ബ്ലാസ്റ്റ് ഫർണസ് ആണെന്നൊക്കെ പറഞ്ഞാണ്. നമുക്ക് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരും. എങ്ങനെ വരും? 1s2 ഇങ്ങനെയാണോ നോക്ക്, 2s2 2p6 3s2 3p6 4s2 20 വരെയായി. ഇനി 6 കൂടി വേണം. 4s കഴിഞ്ഞാൽ അടുത്ത 3d6 10 വരെ പറ്റും. നമുക്കിനി 6 ഉള്ളൂ. പീരിയഡ് നമ്പർ എത്ര? ഇടത് സൈഡിൽ ഏറ്റവും വലിയ സംഖ്യ 4. ബ്ലോക്ക് അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ല? ഡി സബ്ഷെല്ലാണ്. അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്ക് ആണ്? ഡി ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആണ്. അവസാനം വന്ന രണ്ടൂടെ കൂട്ടിയാൽ മതി. അവസാന എസ് സബ്ഷെല്ലിൽ 2, അവസാന ഡി സബ്ഷെല്ലിൽ 6, 6 2 കിട്ടി. ഉത്തരം ഗ്രൂപ്പ് നമ്പർ 8. പാടുണ്ടോ? നോക്കാം. അടുത്ത ശ്രദ്ധിച്ചോ, ഇത് ഞാൻ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ഗ്രൂപ്പ് നമ്പർ നിങ്ങൾ തന്നെ എഴുതാനുള്ളതാണ്. വർക്കാണ്. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 4s1 3d5 അല്ലെങ്കിൽ 3d5 4s1 എന്നാണ്. അതങ്ങ് പഠിച്ചു വെച്ചോ. അതിന്റെ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് പഠിച്ചോ. ക്രോമിയം അറ്റോമിക് നമ്പർ, ക്രോമിയത്തിന്റെ അറ്റോമിക സംഖ്യ ചോദിച്ചിട്ടുണ്ട്, 24 കേട്ടോ. ക്രോമിയത്തിന്റെ അറ്റോമിക സംഖ്യ 24. അപ്പൊ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് എങ്ങനെയാ? 4s1 3d5 4s1 3d5 അല്ലാതെ 4s2 3d4 ഒന്നും അല്ല. കേട്ടല്ലോ? ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് 4s1 3d5 അല്ലെങ്കിൽ തിരിച്ചു പറയാം 3d5 4s1. അപ്പം ബാക്കിയുള്ളതൊന്ന് ചെയ്യുമല്ലോ. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് വർക്കായിട്ട് ചെയ്യുമല്ലോ. ഓക്കെ ആണല്ലോ? ഈ സാറേ ചോദിക്കും, സാറേ ഊർജക്രമം പഠിപ്പിച്ചപ്പോ സാറ് പറഞ്ഞല്ലോ 4s കഴിഞ്ഞാ 3d, പിന്നെന്താ സാറേ 3d5 4s1 എന്ന് എഴുതിയത്? പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇലക്ട്രോണെ എപ്പോഴും കംപ്ലീറ്റ് ചെയ്യേണ്ടത് 4s 3d വന്നാൽ ആദ്യം ഇപ്പൊ നോക്ക് 4s2 3d5 എന്ന് എഴുതി. ആദ്യം ഇലക്ട്രോണെ ഫില്ല് ചെയ്യിപ്പിക്കേണ്ടത് എവിടാ? 4s ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ എവിടെ എഴുതിയിരിക്കുന്നത്? 3d എഴുതിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെങ്കിലും നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ ഇലക്ട്രോണിനെ നിറച്ചത് 4s രണ്ടാമത് പിന്നെ ബാക്കിയുള്ളതിനെയൊക്കെ പറക്കിയാണ് ഞാൻ 3d ഇട്ടത്. അതുകൊണ്ട് 3d5 4s1 എന്ന് എഴുതിയാലും ശരിയാണ്. കേട്ടോ? ഓക്കെ. ഇനി അപ്പൊ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്ന എങ്ങനെ? 4s1 3d5 അല്ലെങ്കിൽ 3d5 4s1. നോക്കാം. അതേപോലെ ഒരെണ്ണമാണ് കോപ്പർ. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. കോപ്പർ അറ്റോമിക് നമ്പർ 29 പഠിച്ചു വെച്ചിരിക്കണം. കോപ്പറിന്റെ അറ്റോമിക സംഖ്യ 29. അതിന്റെ എങ്ങനെ അവസാനിക്കുന്നു ചോദിച്ചാൽ 4s1 3d10 4s1 3d10 അല്ലെങ്കിൽ 3d10 4s1. ഇതിന്റെ രണ്ടിന്റെയും ഒന്ന് പ്രത്യേകം പഠിച്ചു വെച്ചിരിക്കണം. ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 എങ്ങനെ അവസാനിക്കുന്നത്? യെസ്, 4s1 3d5. കോപ്പറിന്റെ അറ്റോമിക് സംഖ്യ 29 എങ്ങനെ അവസാനിക്കുന്നത്? വെരി ഗുഡ്, 4s1 3d10 പഠിച്ചു വെക്കുമല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ടാണ്, ഒരു റിവിഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്തു പോവുക. ഇതിന്റെ ക്ലാസ് നമ്മൾ എൻട്രി ആപ്പിൽ എടുത്തു തന്നതാണ്. അപ്പൊ ഉഷാറായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റ കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിക്കുക, ഒന്നുകൂടെ ഒന്ന് കണ്ടുവരിക. ഫുള്ളല്ല, ആ മനസ്സിലായ ഭാഗം തൊട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിക്കുക, ഒന്ന് ചെയ്തു വരിക. എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ. കാരണം നിങ്ങൾ എന്റെ മുന്നിലില്ല, വീഡിയോ ക്ലാസ്സിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഉത്തരങ്ങൾ എഴുതി ചെയ്യുക, കിട്ടും എന്നാണ് ഒരു വിശ്വാസം. നന്നായിട്ട് പഠിക്കുക. ക്രാഷ് കോഴ്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ക്ലിയർ ആയിട്ട് ഓരോ ദിവസവും ഓരോ ടാസ്കും കണ്ട് പഠിച്ചു പോവുക. നമുക്ക് ജോലി നേടാം ഇൻട്രിയോടൊപ്പം. ഓക്കെ, താങ്ക് യു.